ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും വാട്സപ്പ് തുറന്നാലും സ്റ്റാറ്റസ് എടുത്താലും പ്രൊഫൈൽ എടുത്താലും എല്ലായിടത്തും ഈ അവതാരമാണ്, ഫേസ്ബുക്ക് അവതാർ. അപ്പോൾ ഈ ഫേസ്ബുക്ക് അവതാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ തന്നെ ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തൊരു സാധനമാണ്. അതായത് USA-ലും കാനഡയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ സാധനം ലോഞ്ച് ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ 1-2 ദിവസമായിട്ടാണ് നമ്മുടെയൊക്കെ അപ്ഡേറ്റിൽ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതായത് വാട്സപ്പ് ആണെങ്കിൽ വളരെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഓരോ ഫീച്ചറുകൾ ഓരോ ആഴ്ച ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫേസ്ബുക്ക് ഒരുമാതിരി അവതാരം അതായത് ഇതുപോലുള്ള ഫൺ ഫീച്ചറുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫേസ്ബുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഹോം പേജിലോട്ടായിരിക്കുമല്ലോ ആദ്യം വരുന്നത്. ഈ ഹോം പേജിൽ ഈ മേളിൽ കാണുന്ന ഈ 3 വരയുണ്ടല്ലോ, ഹൈഫൺ, അതിലോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരും. ഇതിനകത്ത് എൻ്റെ ഈ ഏറ്റവും മേളിലായിട്ട് അവതാർസ് എന്ന് പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സി മോർ എന്നുള്ളിടത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. 2-3 തവണ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മേളിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നോളും. അപ്പോൾ ഞാനത് എടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് തുടങ്ങുന്നത്. കണ്ടില്ലേ, ഇവ ആദ്യം പറയുന്നത് സെലക്ട് യുവർ സ്കിൻ ടോൺ എന്നാണ് പറയുന്നത്. നമ്മൾ വെളുത്തതാണോ കറുത്തതാണോ ഇരുനിറമാണോ ഇത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു നിറം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി പുഷ്ടിയൊക്കെ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇതങ്ങോട്ട് എടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഒരു മുട്ടക്കുട്ടനാണ് ആദ്യം വരുന്നത്. ഇനി നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ അപ്ഡേഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രേഖാചിത്രം നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് പല കാര്യങ്ങൾ വെച്ചിട്ട്. ഇപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലാണ് ചോദിച്ചിരിക്കുന്നത്, ഷോർട്ട്, മീഡിയം, ലോങ്. അപ്പോൾ എൻ്റേത് മീഡിയമാണ്. മീഡിയം എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതിനകത്ത് പെൺപിള്ളേരുടേതും ഉണ്ട്, ആൺപിള്ളേരുടേതും ഉണ്ട്. ഇപ്പോൾ എൻ്റേത് ഇതിനകത്ത് നോക്കിയാൽ ഇതങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹെയറിന് നമുക്ക് വേണമെങ്കിൽ കളർ സെറ്റ് ചെയ്യാം. കറുപ്പാണോ ബ്രൗൺ ആണോ ചാര കളറാണോ ഇതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളുക. അടുത്ത ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേന് ഫേസിൻ്റെ ഷേപ്പാണ്. അതായത് ഉരുണ്ടതാണോ നീണ്ടതാണോ ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ എൻ്റേത് ഒരുമാതിരി നീണ്ടൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനതും കൊടുക്കുകയാണ്. കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭയങ്കര സൗന്ദര്യമുള്ള ആളായതുകൊണ്ട് അതല്ലേ ഉദ്ദേശിക്കുന്നത്. അവിടെ മുഖത്ത് കുത്തും പാടുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. നിങ്ങളുടെ കോംപ്ലക്ഷൻ നിങ്ങളും കൊടുക്കുക. ലൈൻസ്, ചിലരുടെ കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ വരയും ചുളിവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ എനിക്ക് വരയും ചുളിവൊന്നുമില്ല, എന്നാലും ഒരു ഉദാഹരണം കാണിക്കാനായിട്ട് ഞാനതങ്ങ് എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് 1-2 വരയും ചുളിവും ഒക്കെ വന്നിട്ടുണ്ട്. ഒരുമാതിരി ഒരു റോഡ് 2ആയിട്ട് തിരിയുന്നത് പോലെ ഒരു സാധനം വന്നിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എടുക്കുമ്പോൾ കണ്ണാണ്. കണ്ണിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ വട്ടക്കണ്ണ്, നീണ്ട കണ്ണ്, അങ്ങനെ പല ഷേപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു കണ്ണങ്ങ് എടുക്കുകയാണ്. അടുത്തതായിട്ട് ഇനി കണ്ണിൻ്റെ കളറ്. അതായത് പച്ചയാണോ ചുമലയാണോ, നമുക്കൊരു വെറൈറ്റിക്ക് നീല അങ്ങോട്ട് കൊടുക്കാം. നീല കളർ കൊടുക്കുന്നു. അപ്പോൾ നീലയായി. ഒരുമാതിരി ഭീകര ലുക്കായി. മേക്കപ്പ്, ഇനി പുരികത്തേൽ എന്തെങ്കിലും പരിപാടി കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൺപീലിയാലൊക്കെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത് സെറ്റപ്പാക്കും. ഇതൊക്കെ പെൺപിള്ളേർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഐബ്രോസ്. ഇതിനെ പല ഷേപ്പിലൊക്കെ ആക്കാം. ഒരുമാതിരി വാള് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി പൊട്ട് തൊടണമെന്നുണ്ടെങ്കിൽ പൊട്ടും കൂടെ തൊട്ട് സെറ്റപ്പാക്കാം. വളരെ നന്നായിരിക്കുന്നു. ഇനി ഒരു കണ്ണാടി വെക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫീച്ചറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പല രീതിയിലുള്ള കണ്ണാടിയുണ്ട്. ഞാനിപ്പം ഇമാതിരി ഒരു കണ്ണാടി കൊടുക്കുകയാണ്. കണ്ണാടിക്ക് നമുക്ക് കളർ കൊടുക്കാം. നമ്മുടെ ഫേവറേറ്റ് കളറായ ബ്ലൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം വയലറ്റ് അടിക്കാം. അടുത്തത് മൂക്ക്, നീണ്ടതാണോ പരന്നതാണോ ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കണം. ഇപ്പോൾ എൻ്റെ മൂക്കിരിക്കുന്നത് ഏകദേശം ഒരുമാതിരി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പോഴാണ് ഞാനായത്. മൈ ഗോഡ്. ഇനി നോസ് റിങ്. ഇത് പെൺപിള്ളേർക്ക് പറ്റിയ പരിപാടിയാണ്, നിങ്ങളത് ചെയ്തോളുക.
മൗത്തൊക്കെ പെൺപിള്ളേർക്ക് പറ്റിയതാണ്. നിങ്ങളാണല്ലോ ലിപ് ബാമും അതും ഇതും എല്ലാം ഇടുന്നത്. കളർ അടിക്കാം. ഫേഷ്യൽ ഹെയർ, താടിയും മീശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ടുണ്ട്. അടുത്തത് അതിന് കളറ് ഫിറ്റ് ചെയ്യാം. അതിനും കളറ് ബ്രൗൺ വേണോ കറുപ്പ് വേണോ എന്നൊക്കെ നമുക്ക് പിടിപ്പിക്കാം. കറുപ്പ് കൊടുക്കാം. അടുത്തതായിട്ട് ബോഡി ഷേപ്പ്, വണ്ണമുണ്ടോ നീളമുണ്ടോ ചെരിഞ്ഞതാണോ ഷേപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അടിപൊളി ഷേപ്പുകളാണ്. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഏകദേശം എന്നെ പോലെയൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി മാറ്റാൻ, എന്നാലും ആദ്യത്തെ ഒരെണ്ണം കൊടുത്തേക്കാം. നൈസ്. ഔട്ട്ഫിറ്റ്, അതായത് നമ്മൾ എന്ത് തരം ഡ്രസ്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ജുബ്ബയുണ്ട്, ഷർട്ടുണ്ട്, ടീഷർട്ടുണ്ട്, ജീൻസുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. തൽക്കാലം നമുക്ക് ഇതങ്ങോട്ട് കൊടുക്കാം. പൊളി. അടുത്തതാണ് ഹെഡ് വിയർ. ഇനി തൊപ്പി വേണമെന്നുണ്ടെങ്കിൽ തൊപ്പിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു തൊപ്പിയും കൂടെ വെച്ചേക്കാം. തൊപ്പിക്കൊരു കളറും കൂടെ നമുക്ക് പിടിപ്പിക്കാം. നമ്മുടെ ഫേവറേറ്റ് കളർ എവിടെ? ബ്ലൂ. കൊള്ളാം. ഇയർ റിങ്സ്, ഇനി സ്റ്റഡ് വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ അതേലും ഒരെണ്ണം കൂടെ പിടിപ്പിക്കാം. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. മേളിൽ നമുക്ക് ഡണ്ണെന്ന് കൊടുക്കാം. ദിസ് ഈസ് യുവർ അവതാർ. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ. ഫേസ്ബുക്ക് പറയുന്നത് ഈ കാണുന്നതാണ് എൻ്റെ കാർട്ടൂൺ. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കുറേ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റായി. നെക്സ്റ്റ് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് പോസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു അവതാരത്തിനെ വെച്ച് നമുക്ക് പോസ് സെറ്റ് ചെയ്യാം. ഈ പോസ് എന്നതാ ഒരുമാതിരി ബസ്സിലെ കമ്പിയെ തൂങ്ങിക്കിടക്കുന്നത് പോലത്തെ ഒരു പോസ്, അതല്ലെങ്കിൽ ഒരു കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന പോസ്, അതും അടി കിട്ടുന്ന കേസാണ്. ഇനി അടുത്തതോ, ഇതൊരുമാതിരി എന്നതാ പറയുന്ന മരത്തേലൊരുമാതിരി ചാരി നിന്നിട്ട് മൂത്രം ഒഴിക്കുന്നത് പോലത്തെ പോസ്. എന്നതേലും ആട്ടെ, നമുക്ക് തൽക്കാലം വേണ്ടി ഇതെടുക്കാം. ഇതാ എനിക്കിഷ്ടപ്പെട്ടെ. കാറ്റൊക്കെ കൊണ്ട് ബസ്സിൻ്റെ കമ്പിയെ തൂങ്ങിക്കിടന്ന് കാറ്റൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു പോസ്. ഇനി ഇതിനെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. നേരെ വാട്സപ്പിലോട്ട് പൊക്കോളും. നമ്മുടെ കൂട്ടുകാരൻ്റെ പേര് വന്നിട്ടുണ്ട്, ബബിന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബബിന് പോയി. ഇതുപോലെ നേരെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് ഫീഡിലോട്ട്, ഡയറക്റ്റ് ഫേസ്ബുക്കിലോട്ട് നമുക്ക് ഫീഡായിട്ട് നമുക്ക് അയക്കാനായിട്ട് പറ്റും. സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വന്ന് ഇനി ഇതിനകത്ത് വല്ല എഡിറ്റിംഗ് വരുത്തണമെന്നുണ്ടെങ്കിൽ താഴെ വേണ്ട ഈ ഒരു പേനാട് ചിഹ്നം അത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഈ നടുക്ക് കിടക്കുന്നതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും എല്ലാം ജനറേറ്റ് ആയിട്ട് വരും. കുറേ ഉണ്ട് കേട്ടോ. എന്തെല്ലാം മെസ്സേജുകളാണ്. ഇതെല്ലാം നമുക്ക് വരും. ഇനി ഈ മേളത്തെ ഒരു ഫോർവേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ പല പരിപാടികളും നമുക്കിതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും. നന്നായിട്ടുണ്ട്, നല്ല സെറ്റപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലോട്ട് വരാം. ഇപ്പം ഇവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് അങ്ങ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇതിനിപ്പോൾ എനിക്ക് കമൻ്റ് അടിക്കണം. കമൻ്റ് കൊടുത്ത് നമ്മൾ സാധാരണ കമൻറ്റ് കൊടുക്കാൻ നേരത്തെ സ്മൈലി എടുക്കുമല്ലോ, സ്മൈലിയുടെ ആ ഒരു ഓപ്ഷൻ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ സ്മൈലിയുടെ ഓപ്ഷൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്മൈലിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരുമാതിരി ഈ ക്യാമറ, ജിഫ്, സ്മൈലി, അത് കഴിഞ്ഞിട്ടൊരു സിമ്പിൾ കണ്ടോ, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവതാരം മൊത്തം അവിടെ കാണിക്കും. ഈ അവതാരം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ കമൻ്റായിട്ട് അയക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് അവതാരത്തിൻ്റെ ഫുൾ ഫീച്ചർ. 9 മിനിറ്റ് ഉണ്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫീച്ചറുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്കും ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ലൈക്ക് ചെയ്തോളുക. തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും കൂടെ പ്രസ് ചെയ്തു. എന്നിട്ട് ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് വിട്ടേക്കുക. അതിനകത്ത് ഓളെന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ തന്നെ ഞാൻ വരും. നാളെ തന്നെ പുതിയൊരറിവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നമുക്ക് ഗുഡ് ബൈ.